ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വെറൈറ്റി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടാലോ, മഞ്ഞയും വെള്ളയും കൂടെ വേർതിരിച്ചിട്ട് മഞ്ഞയ്ക്കകത്ത് നമ്മൾ പുളിപ്പില്ലാത്ത തൈര് ഒരു കപ്പ് അതേ അളവിന് ഒരു മൈദാമാവ് ഒടിച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് വെള്ളയ്ക്കകത്ത് കുറച്ച് വാനില എസൻസ്, ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും, പിന്നെ നാരങ്ങ നീര്. വാനില എസൻസ് വേണമെങ്കിൽ മാത്രം മതി, നാരങ്ങ നീര് ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിതിൽ ബീറ്ററിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നല്ല രീതിയിൽ ഫ്ലഫി ആവണം, നല്ല പതഞ്ഞ് വന്ന് ആക്കിയെടുക്കണം. ഈ ക്രീം ഇച്ചിരി കൂടെ ഫ്ലഫി ആയാലും കുഴപ്പമില്ല. ഇത് രണ്ടും കൂടെ ഡയറക്റ്റ് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരുപാടങ്ങ് മൊത്തത്തിൽ എടുത്ത് തട്ടൽ, കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അതൊരു ഹീറ്റ് ചെയ്യാൻ ആ പാത്രം വെച്ചിട്ട് ഇതിനകത്ത് മൂടി ചെയ്തിട്ട് സിമ്മാക്കി വെക്കണം. അപ്പോൾ ഒരു 10-20 മിനിറ്റൊക്കെ മതിയാവും, പെട്ടെന്ന് വെന്ത് വരും. പക്ഷേ എൻ്റെ വെന്ത് വന്നപ്പോൾ എന്തത്തിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെന്ന് അറിയാൻ പോയി, പൊങ്ങി വന്ന് കേൾക്കാമെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ താന്നുപോയി തോന്നുന്നു. മൈദമാവിൻ്റെ അളവ് വെച്ചിട്ട് കൂടിപ്പോയത്. നല്ല സോഫ്റ്റ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജാപ്പനീസ് യോഗോട്ട് ഫ്ലഫി കേക്ക് എന്നാണ്. പക്ഷെ നല്ല കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്, നല്ല ഇറങ്ങും. പക്ഷേ ഇതിൽ നല്ല സോഫ്റ്റ്, വായിലിട്ട അലിഞ്ഞു പോവും. പക്ഷേ എന്തോ മൈദാമാവ് കൂടിപ്പോയിട്ടാണ്. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റായിരിക്കും. മസ്റ്റ് ട്രൈ അല്ലേ, അതുകൊണ്ട് ചില നേരത്തൊക്കെ ഇതിൽ പാളിച്ച പറ്റും. നല്ല ഇച്ചിരി കട്ടി കൂടിപ്പോയി. അപ്പോൾ നുസ്രാക്കും എനിക്കും അത്ര വലിയ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടത് നെജാക്കാണ്. നെജാക്ക് ഇതിൻ്റെ മണവും നല്ല ഫ്ലേവറുമാണ്. അപ്പോൾ അടുത്ത പുതിയ വെറൈറ്റി കേക്കുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.